അളിയ നിന്റെ ഗ്ലാസ് എത്ര ഫില്ല് ചെയ്യണമെന്ന് പറയണം കേട്ടോ. ആ മതി 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 മതി. എന്നാ പിന്നെ ഒരു ചിയേഴ്സും കൂടെ അങ്ങ് അടിക്കാം. ആ ചിയേഴ്സ്. എങ്ങനെയുണ്ട്? ഇതിനാണ് ഒറിജിനൽ സാധനം മേടിച്ച് അടിക്കണമെന്ന് പറയുന്നത്. എന്ത് ഡാൻസ് ആന്നേ? പോയി ചില്ല വളിയാ ചിൽ. മതി. ഏയ് ഒന്നുകൂടെ ഒന്നുകൂടെ. വേണ്ടല്ലേ, അടിച്ചോ. എനിക്ക് ഫിറ്റായി. ഒന്നുകൂടെ ഒന്നുകൂടെ. വേണ്ട ഒന്നുകൂടെ. വേണ്ട വേണ്ട, ഞാനൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. രാജീവ്, രാജീവേ, നിനക്ക് വല്ല ബോധമുണ്ടോ? നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നേ? എന്താ ചെയ്യ, ഇന്നലെ രാത്രിയിൽ നമ്മൾ കുറച്ച് കൂടുതൽ കുടിച്ചില്ലേ, അത് കാരണം ഇന്നലെ വെളിവില്ലായിരുന്നു. എന്ന് പറഞ്ഞ തലയ്ക്ക് ഇത്രയും വെളിവില്ലാതെ പോവോ? എന്റെ പെർമിഷൻ പോലും ഇല്ലാതെ എങ്ങനെ നീ എന്നെ തൊടും? അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വെളിവില്ലായിരുന്നെന്ന്. പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയതാ, എന്നോടൊന്ന് ക്ഷമിക്ക്. പിന്നെ ഞാൻ നിന്റെ സുഹൃത്തല്ലേ? സുഹൃത്താണെങ്കിൽ സുഹൃത്തിനെ പോലെ പെരുമാറ്, അല്ലാതെ ഒരു ഭാര്യയെ പോലെ പെരുമാറാൻ നിൽക്കരുത്, മനസ്സിലായോ? ഇത് ആദ്യത്തെ തവണ ആയതുകൊണ്ട് നിന്നെ ക്ഷമിച്ചു വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൊന്നു കുഴിച്ചു കൂടും. പൊന്ന ഡാഷ്മോൻ. വന്നോളൂ. ഹായ്. ഹായ്. എന്റെ പേര് പ്രീതിന. ഇതെന്റെ റൂംമേറ്റ് ടീന. ഹായ്.
ആക്ച്വലി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരാ. ഞങ്ങൾ ഇന്ന് ഷിഫ്റ്റായി വന്നത്. ഞങ്ങൾക്ക് കുറച്ച് പഴയ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ തരുമോ? ആ ഷുവർ, അതിനെന്താ. ഞാൻ പങ്കജ് ആൻഡ് ഇതെന്റെ റൂംമേറ്റ് രാജീവ്. ഹായ് രാജീവ്. ഹായ്. രാജീവ്, ഇത് പ്രീതി Hi. ആൻഡ് ഇത് ടീന. ഇവര് നമ്മുടെ അയൽവക്കത്തെ താമസക്കാരാ. ഓ ഓക്കെ, നൈസ് നൈസ്. ഒരു മിനിറ്റ്, ഞാൻ ന്യൂസ് പേപ്പർ ആ കൊണ്ടുവരാം. okay? ശരി. ഇതാ. താങ്ക് യു. ഇനിയും വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചോളൂ. ഓക്കെ? ഓക്കെ പങ്കജ്, താങ്ക് യു. താങ്ക് യു. തീർച്ചയായും. ബൈ ബൈ. ഓ ഹായ്. ഹായ്, ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഹൗ ആർ യു? തരക്കേടല്ലേ പോകുന്നു. അല്ല, നിങ്ങളെന്താ ഇവിടെ? ആക്ച്വലി ഞാനൊരു ഡാൻസറാ. സോ ഞാനിവിടെ അടുത്തൊരു ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അതുകൊണ്ട് അങ്ങോട്ട് പോവാ. ഓ ദാറ്റ്സ് നൈസ്. എന്നാ പോകുന്ന വഴിക്ക് ഒരു കോഫി കുടിച്ചാലോ? ഇവിടെ അടുത്താവളെ, നമുക്ക് പോയി കുടിക്കാം. വാ പോവാം. ആയിക്കോട്ടെ. Come, ഷുവർ. come, come, come. കൊള്ളാലോ, നിങ്ങൾ കോഫി വളരെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. മൈ പ്ലഷർ. കോഫിയോടൊപ്പം തന്നെ ഞാൻ നന്നായിട്ട് ഭക്ഷണവും ഉണ്ടാക്കും. റിയലി? യാ. നിങ്ങളെന്താ വല്ല ഷെഫും ആണോ? ഏയ് ഇല്ല, ഷെഫല്ല. കുക്കിംഗ് എന്റെ ഒരു ഹോബിയായിരുന്നു. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഇന്ന് രാത്രി ഡിന്നറിന് പോയിരുന്നോ? ഫുഡ് എന്റെ ഒരു വീക്ക്നെസ്സാ. അതെയോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നോ? ചിയേഴ്സ്. ചിയേഴ്സ്. ഓ ഹായ് രാജീവ്. ഹായ് രാജീവ്. കോഫി കുടിക്കുന്നോ? ഇല്ല. പ്രീതി ഒരു വഴിക്ക് പോവായിരുന്നു. അപ്പൊ ഞാൻ അവളെ കോഫി കുടിക്കാൻ ഇൻവൈറ്റ് ചെയ്തതാ. മാത്രമല്ല ഇന്ന് വൈകുന്നേരവും വരുന്നുണ്ട് ഡിന്നർ കഴിക്കാനേ. അപ്പൊ നമുക്ക് ഒരുമിച്ച് കഴിക്കാം കേട്ടോ. ഞങ്ങൾ ഹമ്പിളർക്കേ കിടന്നുറങ്ങാൻ ചെറിയ ഒരു സ്ഥലം മാത്രം കിട്ടിയാൽ മതി. എന്നിട്ട് കഴിക്കാൻ 2 നേരത്തെ ഭക്ഷണവും അത് മതി നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ പെൺകുട്ടികൾക്ക് അത് മതിയാവില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്കെല്ലാം വളരെ പ്രോപ്പർ ആയിരിക്കണം. Am I right? ആ ശരിയാ, ഞങ്ങൾക്കെല്ലാം പ്രോപ്പർ ആയിട്ട് വേണം. ജീവിതം ജീവിക്കാനുള്ളതാ, നന്നായി ജീവിക്കണ്ടേ? അതെ, പ്രീതി പറയുന്നത് ഞാനും അഗ്രി ചെയ്യുന്നു. That's right. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ആ നിങ്ങൾക്ക് ആൺകുട്ടികളെ പറ്റിയുള്ള പേഴ്സ്പെക്റ്റീവ് എന്താ? ഒരു പക്ഷേ ശരിക്കുള്ള ഒരു ആൺകുട്ടിയെ കിട്ടിയില്ലെങ്കിൽ? അതൊക്കെ കിട്ടുന്നേ, പ്രോപ്പറായിട്ടുള്ള ഒരാളെ കിട്ടും. ഓ ഹായ് രാജീവ്, സുഖമാണോ? ഹായ് രാജീവ്. അല്ല, എന്തു പറ്റി? ഇന്നെല്ലാം ആകെ കളറാണല്ലോ. ഞങ്ങൾ ആലോചിക്കായിരുന്നു നീ എവിടെ പോയിരിക്കാന്ന്. അത് ശരി, അപ്പൊ നിങ്ങൾ എന്നെ കാത്തിരിക്കായിരുന്നേ? എനിക്ക് തോന്നുന്നു എന്നെ കൊണ്ട് എന്തോ ഒരു ജോലി ചെയ്യിപ്പിക്കണമായിരുന്നു നിങ്ങക്ക്. He's always kidding, yaar, always kidding. എന്നാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കോഫിയും കൂടെ കുടിച്ചാലോ? തീർച്ചയായും. എന്നാ ശരി, ഞാൻ കോഫി ഇട്ട് കൊണ്ടുവരാം. ഓക്കെ. ഈ സമയത്ത് റൂമിൽ ആരാ ഉള്ളത്?
അല്ല, എന്തു പറ്റി? നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണേ? നിനക്കറിയാലോ ഞാനും പ്രീതിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന്. എന്നിട്ട് നീ വൃത്തിയായിട്ട പണി കാണിച്ചല്ലേ? നീ എന്നെ എന്റെ കരണത്ത് തല്ലി, അതും ഈ പെണ്ണ് കാരണം. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറയോ? ലിസൺ രാജീവ്, പ്രീതി എന്റെ അടുത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. നീ എന്നെ പറ്റി അവളുടെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞെന്നുള്ള സത്യം. നീ ഇങ്ങനെയൊക്കെ പറയാണെങ്കിൽ അവൾ എന്നെ വിട്ടിട്ട് പോകുമെന്ന് നീ കരുതിയോ? മതി, ഞാനിത് കുറെ നാളായിട്ട് സഹിക്കുന്നു. Enough is enough. ഇനിമേലെ നിന്നെ ഇവിടെ കണ്ടുപോരുത്. Get out of my house, you bloody idiot. സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് പുറകേന്ന് കുത്തുക പന്ന മോൻ. ശ്ശേ. എന്തുപറ്റി രാജീവ്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല ആ പങ്കജ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു. അത് സാരമില്ല, ഞാനില്ലേ നിന്റെ കൂടെ. അതുമല്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. ഞാൻ നിന്റെ ഫീലിങ്സിനെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആ പങ്കജിനെ വളരെയധികം സ്നേഹിക്കുന്നു. എനിക്ക് അവനെ കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ വേണേലും പോകും. എന്താ, നീ എൻ്റെ ഒപ്പം നിൽക്കുവോ? തീർച്ചയായും. എന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നിന്നേക്കാൾ നല്ലൊരാളെ എനിക്ക് കിട്ടില്ല രാജീവ്. ഐ എം സോ സോറി. ഞാൻ നിന്നെ യൂസ് ചെയ്യാണ്. പക്ഷെ ആ പ്രീതി വഴി 100 തവണയൊന്ന് മാറിയാൽ മതിയായിരുന്നു. പിന്നെ പങ്കജ് എന്റേതായി തീരും. പ്രീതി, പ്രീതി, പ്രീതി. ഓ ഹായ് പങ്കജ്. ഹായ് ടീന. പ്രീതി വീട്ടിലുണ്ടോ? അവളെന്നെ ഫോണും എടുക്കുന്നില്ല.
ഇല്ല, അവള് കുറച്ചു ദിവസത്തേക്ക് നാട്ടിൽ പോയിരിക്കുക. എന്താ, നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത്? ഇല്ല, അതിനെക്കുറിച്ച് അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. ശരി, എന്നാ ഞാൻ അവളൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ, Okay. എനിവേസ് താങ്ക് യു സോ മച്ച്. അവൾ വരുമ്പോ ഞാൻ വന്ന കാര്യം പറയണേ. എനിവേസ് ബൈ. ബൈ. ഞാൻ പങ്കജിനോട് അങ്ങനെ തന്നെ പറഞ്ഞു. അവനാകെ വിഷമത്തിലായി. പക്ഷേ പെട്ടെന്ന് തന്നെ പോയി. ടീന. ശരി, പോട്ടെ, കരയാതെ. അതെങ്ങനെ പറ്റും പ്രീതി? നമ്മുടെ വീട്ടിനകത്ത് കയറി നമ്മുടെ പേഴ്സണൽ മൊമെന്റ്സ് എങ്ങനെ ആരെങ്കിലും കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും? അതന്നെ ഞാനും ആലോചിക്കുന്ന പങ്കജ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ. അന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിരുന്നില്ലല്ലോ. അതുമല്ല, നമ്മളല്ലാതെ വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു. പിന്നെ ആരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. എന്താ? ഞാനൊരു കാര്യം ചെയ്യാം. നമ്മുടെ കയ്യിലൊരു നമ്പറല്ലേ, അത് ഞാൻ ട്രേസ് ചെയ്ത് നോക്കാം. അതിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. എന്നിട്ട് എല്ലാം ശരിയാവും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണം. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. രാജീവ് ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഞാൻ അന്ന് അവനെ ചെകിടത്തടിച്ച് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ, അതിനുവേണ്ടി പകരം ചോദിക്കാൻ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മൾ എന്തേലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അല്ലെങ്കിൽ രാജീവ് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടേയിരിക്കും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ രാജീവിനെ വിളിക്കട്ടെ. ഹലോ രാജീവ്, നീ ഇത്രയും ചീപ്പാവെന്ന് ഞാൻ കരുതിയില്ല. നീ എത്ര തവണ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്യും? നീ എന്റെ സുഹൃത്തായിരുന്നില്ലേ? എനിക്ക് ആലോചിച്ച് പോലും നോക്കാൻ പറ്റുന്നില്ല ഒരു സുഹൃത്തിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. അത് നീ എന്നെ വിഷമിപ്പിച്ചു ശരിക്കും. എന്നോട് ക്ഷമിക്ക് പങ്കജ്, പ്ലീസ് ഡാ, എന്നോട് ക്ഷമിക്ക്. ഞാനെന്ന ദേഷ്യത്തിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയതാ. പ്ലീസ് ഡാ, പ്ലീസ് എന്നോട് ഒന്ന് ക്ഷമിക്കടാ, പ്ലീസ്. നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല രാജീവ്. ഞാൻ ഇപ്പൊ തന്നെ പോലീസിന്റെ അടുത്ത് പോയി നിന്നെപ്പറ്റി ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കും. എടാ പങ്കജ്, നീ എന്ത് വർത്താനാടാ ഈ പറയുന്നത്? എന്റെ ജീവിതം തന്നെ തൊലഞ്ഞു പോവും. എന്റെ ലൈഫിലാണെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എടി പ്രീതി, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടി. ഞാനന്ന് കാണിച്ചു കൂട്ടിയ കാര്യം ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ എന്നോട് ലജ്ജയുണ്ട്. പ്ലീസ് എന്നോടൊന്ന് ക്ഷമിക്കുക. നിങ്ങൾ അനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും കാല് വീഴാം. പ്ലീസ് ഡാ, പ്ലീസ് മനസ്സിലാക്കാൻ നോക്ക് പങ്കജ്. ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ല രാജീവ്. എന്തിനാ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നത്? പക്ഷെ നീ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ വളരെ വലിയ തെറ്റാ. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പ്രീതി, പ്ലീസ് എന്നോടൊന്ന് ക്ഷമിക്കേ. എനിക്ക് ഒരു അവസരം കൊടുത്താ ഞാൻ അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ രണ്ടുപേരോടും ക്ഷമ ചോദിക്കാം. പ്ലീസ് പ്ലീസ് പ്രീതി, പ്ലീസ്. ശരി, എന്നാ നീ ഞങ്ങളോട് ഒരു അവസരം ചോദിച്ചില്ലേ, അത് ഞാൻ തരാം. ഇന്ന് വൈകുന്നേരം എന്റെ വീട്ടിലേക്ക് വാ, നമുക്കിരുന്ന് സംസാരിക്കാം. ഞാൻ പോയി നോക്കാം. ആഹാ, രാജീവായിരുന്നു. അകത്തേക്ക് വാ. എടാ പൊന്നെ രാജീവേ, നീ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ എന്തായി കാണിച്ചേ?
എന്റെ പങ്കജിനെ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചേന്